ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുജാതയെ കാണാനും സംസാരിക്കാനുമായിട്ട് മാനസ എത്തുകയാണ്. മാനസയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട് സുജാത. പക്ഷേ മാനസ പറയും, വേണ്ട ആന്റി, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. ഇവിടെ നിൽക്കുമ്പോൾ എന്നെ ആരും ആട്ടി ഇറക്കില്ലല്ലോ. ഇത് കേൾക്കുന്ന സുജാത മാനസയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെയാ മോളെ ഈ പറയുന്നേ? ഈ വീട് ഇപ്പോഴും നിന്റെയും കൂടെ, നിന്നോട് ആരും പുറത്തു പോകാനും പറയില്ല. ഇങ്ങനെയും പറഞ്ഞ് വീണ്ടും നിർബന്ധിക്കുന്നുണ്ട് അകത്തേക്ക് വരാനായിട്ട്. പക്ഷെ മാനസ പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ നിന്നോളാന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ആന്റിയോട് പറഞ്ഞതെല്ലാം സത്യമായിട്ട് വന്നത് ആന്റി അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എന്നെ ഓഫീസിൽ ഒറ്റപ്പെടുത്താൻ നോക്കുന്നതും എനിക്കെതിരെ വ്യാജ ആരോപണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊക്കെ ഞാൻ അറിയിച്ചിരുന്നല്ലോ. അതൊക്കെ പ്രതീക്ഷിച്ച പോലെ തന്നെ നടന്നു. ഓഫീസിൽ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന ഗൂഢസംഘം കാര്യങ്ങൾ കൃത്യമായിട്ട് നീക്കി എന്നെ പ്രതിസ്ഥാനത്ത് കൊണ്ട് എത്തിക്കുകയും ചെയ്തു. ആന്റിക്കും ഇതിന് പിന്നിൽ എന്നെ സംശയമുണ്ടോയെന്ന് മനസ്സ് ചോദിക്കുമ്പോൾ സുജാത പറയുന്നുണ്ട്, ഇല്ല മോളെ, ഒക്കെ മോള് മുൻകൂട്ടി പറഞ്ഞിരുന്നതാണല്ലോ. പക്ഷേ ബാംഗ്ലൂരിലെ വിവേക് എല്ലാത്തിനും കാരണക്കാരി നീയാണെന്ന് പറഞ്ഞ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ മാനസ കള്ളം തട്ടിവിടുകയാണ്. അവൻ പറഞ്ഞതല്ല ആന്റി, അവനെ കൊണ്ട് പറയിച്ചതാ. വിവേകിന് വലിയ വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തുവെന്ന് ഞാൻ അറിഞ്ഞത്. എംഡി പറഞ്ഞ സാധാരണ ഉദ്യോഗസ്ഥനത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കൺമണി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൃഷിയിലൂടെ നടത്തിയെടുക്കുന്നു. എല്ലാത്തിനും കൂട്ടായിട്ട് ആ ദേവ് സാറും അവള് ബുദ്ധിപൂർവ്വമാണ് ഓരോ നീക്കങ്ങളും നടത്തുന്നത്. ഇപ്പൊ അവള് എന്നെ വീഴ്ത്താനുള്ള ശ്രമത്തില ആന്റി. അതിലവളെ ഏകദേശം വിജയിക്കുകയും ചെയ്തു. ഈ അടുത്ത ലക്ഷ്യം ആരാണെന്നറിയൂ? അത് ആന്റി തന്നെയായിരിക്കും. കേട്ട് സുജാത ഞെട്ടുന്നുണ്ട്. അതോടെ ഓഫീസും വീടും ഒക്കെ പൂർണ്ണമായും അവളുടെ കാൽക്കീഴിലാവുമല്ലോ. ആന്റി ഇവിടുത്തെ അടുക്കളയിലും കഴിയും. കൺമണിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കാൻ ഒരാളെയും കൂടെ കിട്ടിയിട്ടുണ്ട്, പോലീസ് ACP ദക്ഷ. ആന്റിക്കും അറിയാലോ, ദക്ഷയെ കാണിച്ചിട്ടാണ് കൺമണിയുടെ ഇപ്പോഴത്തെ ഭീഷണി. ദക്ഷയുടെ പേരൊക്കെ പറഞ്ഞാണ് വിരട്ടിയത്. എന്നെ ചോദ്യം ചെയ്യണമെങ്കിൽ സാഗരങ്ങളുടെ ചോദ്യം ചെയ്യാമല്ലോ, കൃഷിനും ചോദ്യം ചെയ്യാം. പോട്ടെ, ദേവ് സാറിന് വേണമെങ്കിലും ആവും. പക്ഷെ അവൾ ആരാ ആന്റി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും എന്നെ വിരട്ടാനും? എനിക്ക് കൃഷ്ണനോട് ദേഷ്യമല്ല, സഹതാപമാണ് തോന്നിയത്. MD അല്ലേ, സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡൊക്കെ വേണ്ടേ? മറ്റുള്ളവർക്ക് ഇങ്ങനെ അടിമയാകാമോ? ആന്റിക്ക് സാഗരണങ്ങളിലും അല്ലേ നാണക്കേട്? എന്റെ തൊലി ഉരിഞ്ഞുപോയി. ഒരു സമയത്ത് അലിങ്ങയില് തലപ്പത്തുള്ള ഓരോരുത്തർക്കും കൃത്യം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഇന്ന് അധികാരങ്ങൾ ഒറ്റ ഒരാളെ കേന്ദ്രീകരിച്ചായിരിക്കുന്നത്. അവളില്, ആ കൺമണിയില്. അവള് വിരൽ വെക്കുന്നിടത്ത് കൃഷി ഒപ്പിടും. മാനസ ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോ സുജാത ചോദിക്കുന്നുണ്ട് മാനസയോട്, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ മോളെ കുറ്റം ഏറ്റെടുക്കാൻ പോയത്? അപ്പൊ മാനസ പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ ഞാൻ ജയിലിലാവില്ലേ ആന്റി. വിവേകിനെ കൊണ്ട് എനിക്കെതിരെ പറയിപ്പിക്കും. ദക്ഷ വരും, എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു. ആന്റി, കൃഷ് അവളെ സ്നേഹിച്ചോട്ടെ, പക്ഷെ ഇങ്ങനെ അടിമയാവരുത്. സാഗർ അങ്കിളുടെയും ആന്റിയുടെയും പാരമ്പര്യം അവളുടെ കീഴിൽ അടിയറവ് വെക്കരുത്. ഞാൻ ആന്റിയമ്മയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആന്റിയമ്മയ്ക്ക് ഇപ്പോൾ ഇവിടെ വോയിസ് ഇല്ലല്ലോ. സുജാത ആന്റിയോട് കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആന്റിയെ കാണാൻ വന്നത്. ചിലപ്പോൾ ഞാൻ പറയുന്നൊന്നും ആന്റിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. എന്തൊക്കെയായാലും കൺമണി ആന്റിയുടെ മരുമകളല്ലേ. അത് പറഞ്ഞു തരുന്നതും സുജാത മാനസയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയാണ്. അല്ല, എന്റെ മനസ്സിലെ മരുമകൾ നീയാണ് മോളെ, അതൊരിക്കലും കൺമണിയല്ല. കൺമണിയെ മരുമകളായിട്ട് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഏതായാലും ഇതോടെ മാനസയ്ക്ക് മനസ്സിലാവുകയാണ് തന്റെ നമ്പറെല്ലാം ഏറ്റുവെന്ന്. മനസ്സിൽ പറയുന്നുണ്ട്, മതി, നീ ബലരാമന്റെ ഭാര്യയായിട്ട് ഈ വീട്ടില് എനിക്ക് വരാനുള്ള വഴി കൂടുതൽ തെളിയുകയാ എന്ന്. സുജാതയെ സുഖിപ്പിക്കാൻ വേണ്ടി വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഒരു കാര്യം പറയാലോ ആന്റി, ആന്റിയുടെ മരുമകളാവാനാ ഞാൻ കൊതിച്ചത്. കൃഷിന്റെ ഭാര്യയാവുന്നതിലും ഈ കുടുംബത്തിലെ ആളാകുക എന്നുള്ളതായിരുന്നു എനിക്ക് പ്രധാനം. അത് സാധിച്ചില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, മറ്റാരുടെയെങ്കിലും മരുമകളായി വേറൊരു കുടുംബത്തിലേക്ക് ഞാൻ ചെന്ന് കയറില്ല ആന്റി. അതെന്റെ ശപഥമാ. ആന്റിയോടെ എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ മനസ്സിന്റെ ഭാരം മാറി. ഇനി എനിക്ക് സമാധാനത്തോടെ പോകാലോ. അങ്ങനെ പറഞ്ഞ് വിഷമമൊക്കെ അഭിനയിച്ച് ബൈ പറഞ്ഞ് പോകുന്നുണ്ട് സുജാതയോട്. സുജാതയ്ക്കാണെങ്കിലും മാനസിക അവസ്ഥയെല്ലാം കണ്ട് സങ്കടമാവുന്നു. അതിനുശേഷം കാണിക്കുന്നത് മനോജ് വീണ്ടും വീട്ടിലെത്തിയിരിക്കുകയാണ്. കൺമണിക്കും ഗോകുലിനും ശ്രീനിവാസനും ഒക്കെ മനോജിനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവുന്നു. അവര് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മനോജിനെ. ശ്രീനിവാസനൊക്കെ ആണെങ്കിലും മനോജിനെ കണ്ടിട്ട് ഇമോഷണലായിട്ട് പറയുന്നുണ്ട്, നീ എത്രയും പെട്ടെന്ന് നാട്ടിൽ വരാൻ വേണ്ടി ഞാൻ വിഘ്നേശ്വരനോട് പ്രാർത്ഥിച്ചിരുന്നു, ഭഗവാൻ എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് മനോജ് അപ്പം അറിയിക്കുന്നുണ്ട്. ഗോകുലിനെ വിളിച്ചിട്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് അവിടെ ക്ഷമിച്ചു നിൽക്കാൻ പറ്റിയില്ല അച്ഛാ. ഇത് കൺമണിയുടെ ആയിട്ടും മോളെ, ഈ ഏട്ടന് നീ മാപ്പ് തരണം. നിന്നെ ഞാൻ ഒരുപാട് കരയിച്ചിട്ടുണ്ട്. ഇനി ഒരു നിർണായക സമയത്ത് നിന്നെ ഞാൻ കൈയൊഴിഞ്ഞ് പോവുകയും ചെയ്തു. കൂടെ നിന്ന് നിന്റെ ഭാവി ജീവിതം ഉറപ്പാക്കേണ്ട ആളായിരുന്നു ഞാൻ. പക്ഷെ ആ ഉത്തരവാദിത്തം ഞാൻ കാണിച്ചില്ല. ധനലക്ഷ്മിയുടെ വാക്ക് കേട്ട് അവളെ കണ്ണടച്ച് വിശ്വസിച്ചു. കുറ്റബോധത്തോടെ നിൽക്കുന്ന മനോജിനെ നോക്കിയിട്ട് കൺമണി പറയുന്നുണ്ട്, ഏട്ടന്റെ കുടുംബജീവിതവും പ്രധാനപ്പെട്ടത് തന്നെയല്ലേ. ജോലിയില്ലാതെ എത്ര നാളാ കഴിയാൻ പറ്റുക? അതുകൊണ്ട് മനോജ് പോയതിലൊന്നും ഒരു പരാതിയും ഇല്ല കൺമണിക്ക്. അത് കാണുമ്പോൾ മനോജിന് സന്തോഷവും. ശ്രീനിവാസൻ മനോജിനോട് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്, ഇന്ന് തന്നെ
ധനലക്ഷ്മി ഇങ്ങോട്ട് കൊണ്ടുവരണം. ഈ അച്ഛൻ ധനലക്ഷ്മിയെ വിളിച്ച് ക്ഷമ ചോദിച്ചോളാം, എന്നിട്ട് നീ കൂട്ടിക്കൊണ്ട് വന്നാൽ മതി. പക്ഷെ മനോജ് പറയും, അച്ഛൻ ആരോടും ക്ഷമ ചോദിക്കാനൊന്നും പോണ്ട, അവളെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ, നല്ല സ്വഭാവത്തോടെ തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ മാത്രം വന്നാൽ മതി. പിന്നെ കൺമണി, ആഗ്രഹിച്ച ആളെ തന്നെ നിനക്ക് കിട്ടിയല്ലോ, അതങ്ങനെ വരൂ. ഏട്ടൻ നിന്നെ കൈവിട്ടാലും ദൈവം നിന്നെ കൈവിടില്ല. മനോജ് അങ്ങനെ പറഞ്ഞത് കേട്ട് ഏട്ടൻ കൈവിട്ടു എന്ന് ആരാ പറഞ്ഞത്? വരുൺ ഏട്ടനെ കുരുക്കിലാക്കി 101 പവനും 10 ലക്ഷം രൂപയും മടക്കി കൊടുക്കേണ്ട ബാധ്യത ഏട്ടനിൽ വരുത്തി. പിന്നെ PR ഗ്രൂപ്പിലെ പ്രശ്നങ്ങളൊക്കെ ഏട്ടന്റെ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കൂ എന്ന് പറഞ്ഞ് മനോജിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കൺമണി. അപ്പോഴാണ് മനോജ് ആ കാര്യം പറയുന്നത്. ബെല്ലാമൻ സാറ് ക്രിസ് സാറിന്റെ ചേട്ടനാണെന്ന് അറിഞ്ഞപ്പോൾ എന്റെ മനസ്സ് നിറഞ്ഞു. ബെല്ലാമൻ സാറ് പാവമാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവർ നല്ല ആൾക്കാരെയൊക്കെ അവസാനം ഒരുമിച്ച് എത്തിക്കും, അത്രേ എനിക്ക് പറയാനുള്ളൂ. തുടർന്ന് ഗോകുലാണെങ്കിൽ വരുണിന്റെ കാര്യമൊക്കെ എടുത്തിടുന്നുണ്ട്. ആ സൈക്കോ വരുൺ ഉണ്ടല്ലോ അച്ഛ, ഈ അപ്പയെ ഒരുപാട് ദ്രോഹിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അച്ഛന് വയ്യാതാവാൻ കാരണവും അയാളാ. അപ്പയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴേ ഞാൻ തീരുമാനിച്ചതാണ് അച്ഛൻ ഇവിടെ വേണമെന്ന്. അച്ഛനുണ്ടെങ്കിൽ ആ വരുൺ ഈ വീടിന്റെ പടി കിടക്കില്ല. എന്തായാലും മനോജും പിന്നെ വരുണിനോടുള്ള പ്രതികാരത്തിൽ പറയുന്നുണ്ട്, കുറെ കാലം അവന്റെ കാല് പിടിച്ച് നടക്കേണ്ട ഗതികേടിലായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ എനിക്കതില്ല. അവൻ എന്റെ അനിയത്തിക്കെതിരെ കാണിച്ചതിനൊക്കെ അവനെ ഞാൻ ശരിക്കൊന്ന് കാണുന്നുണ്ട്. ഇവിടെ വരുണാണെങ്കിൽ തന്റെ അച്ഛനോട് താൻ വീട്ടിൽ വരുമ്പോഴേക്കും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെക്കണമെന്ന് കൽപ്പിക്കുന്നുണ്ട്. ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വരട്ടുന്നുമുണ്ട്. അങ്ങനെ വരുൺ അച്ഛനോട് സംസാരിച്ച് നിൽക്കുന്ന സമയത്താണ് മനോജിന്റെ വരവ്. മനോജിനെ കാണുന്നതും വരുൺ സ്നേഹമൊക്കെ നടിച്ചുകൊണ്ട്, ആഹാ മനോജേട്ടനോ, ഞാനിപ്പോ മനോജേട്ടനെ പറ്റി വിചാരിച്ചതേ ഉള്ളൂ, മനോജേട്ടന് 100 ആയുസാ കേട്ടോ. അപ്പൊ മനോജ് തിരിച്ചു പറയുന്നുണ്ട്, എനിക്ക് 100 ആയുസ് ഉണ്ടെങ്കിലേ നിന്റെ ആയുസ് ഇന്നും കൂടെ ഉള്ളൂ. തുടർന്ന് മനോജ് ആണെങ്കിൽ വരുണിന്റെ പോക്കറ്റെല്ലാം പരിശോധിക്കാൻ നോക്കുകയാണ്. വരുണിന് എന്താ കാര്യമൊന്നും പിടികിട്ടുന്നില്ല. എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ, അല്ലടാ നിന്റെ പോക്കറ്റിൽ ഞാൻ ആസിഡ് കുപ്പി ഉണ്ടോന്ന് നോക്കിയതാ, വെറുതെ ഇങ്ങനെ തമാശ പറയില്ലേ എന്ന് പറഞ്ഞ് മനോജിനെ കളിയാക്കി ചിരിക്കുന്നുണ്ട് വരുൺ. എന്നാൽ മനോജ് നല്ല ദേഷ്യത്തിലാണ്. നിർത്തടാന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, നീ കൺമണിയുടെ മുഖത്ത് ആസിഡ് ഒഴിക്കും അല്ലേടാ? മനോജേട്ടൻ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ ഞാനും അതേ രീതിയിൽ സംസാരിക്കുന്നൊക്കെ വരുൺ തിരിച്ചു പറഞ്ഞപ്പോ, നിർത്തടാ നിന്റെ അഭിനയം, ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നീ കാണിച്ചു കൂട്ടിയതെല്ലാം ഞാൻ അറിഞ്ഞു. നിന്നെ കാണാനും ചോദിക്കാനും തന്നെ ഞാനിപ്പോ വന്നത്. നീ എന്റെ അനിയത്തിയെ ജയിലിൽ കയറ്റുമല്ലേ? ഇത്രയും കേട്ടതും വരുണും തിരിച്ച് ദേഷ്യപ്പെടുകയാണ്. മനോജിനെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങോട്ട്. അവളെ എനിക്ക് കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് ക്യാഷും സ്വർണ്ണമൊക്കെ മേടിച്ചിട്ട് ഇപ്പൊ വലിയ വേദാന്തം പറയുന്നു. എന്നാൽ മനോജ് ചോദിക്കുന്നുണ്ട്, ഞാനല്ലേ നിന്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചത്, അപ്പൊ നീ അത് എന്നോടല്ലേ ചോദിക്കേണ്ടത്? പിന്നെ വാങ്ങിയ പൈസയൊക്കെ ഞാൻ നിനക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. നീ എന്താടാ കരുതിയത് കൺമണിക്ക് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലെന്ന്? ഞാനുണ്ടാ. പിന്നെ അവളെ കല്യാണം കഴിക്കാൻ വന്ന ക്രിസ് സാറും. വരുണാണെങ്കിൽ ഞാനല്ലാതെ അവളെ വേറെ ആരെയും കെട്ടാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞതും മനോജിന് സകല കൺട്രോളും പോകുന്നുണ്ട്. വരുണിന്റെ കഴുത്ത് ഞെക്കിപ്പിടിച്ചുകൊണ്ട് നന്നായിട്ട് വേദനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അവസാനം ഒരു താക്കീത് പോലെ പറയുകയാണ്, എന്റെ പെങ്ങൾക്കോ അച്ഛനോ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും നീ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ പിന്നെ ഞാൻ തീർത്ത് കളയൂടാ നിന്നെ. വരുൺ എന്നിട്ടും അടങ്ങുന്നില്ല. വാശിയോടെ തിരിച്ചു പറയാണ്, നീ തീർക്കടാ മനോജെ, നിന്റെ കലി അങ്ങ് അടങ്ങട്ടെ. സ്വർണവും പണവും ഒക്കെ തട്ടിയെടുത്തിട്ട് പെണ്ണിനെ തരാമെന്ന് പറഞ്ഞ് കാല് മാറുന്നോടാ. അപ്പോഴേക്കും കൊടുത്തു വരുണിന്റെ ചെകിടത്ത് നോക്കി മനോജ് ഒരൊറ്റ അടി. എന്നിട്ട് നിർത്തുന്നില്ല. മനോജ് പിന്നെ അടിക്കുന്നുണ്ട് മറ്റേ ചെവിടും കൂടെ. ഇത് നീ ഇപ്പൊ പറഞ്ഞത്, അടുത്തത് നീ അവളെ ജയിലിലാക്കിയതിനാണെന്ന് പറഞ്ഞിട്ട് വയറിന്റെ വയറ്റിലേക്കൊക്കെ നല്ല തൊഴിക്കുന്നുണ്ട്. ആസിഡ് ഒഴിക്കുമെന്ന് പറഞ്ഞതിനും അങ്ങനെ എല്ലാത്തിനും ചേർത്ത് നല്ലത് കൊടുക്കുന്നുണ്ട് കണക്കിന്. അങ്ങനെ അടിയും ഇടിയും തൊഴിയും എല്ലാം കൊണ്ട് വരുണാകെ വയ്യാണ്ടായി നിലത്ത് കുത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവസാനമായിട്ട് മനോജ് ഒന്നുകൂടെ പറയുന്നുണ്ട്, ഗതികെട്ട മനോജിനെ നീ ഇത്ര നാളും കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇതാണടാ ശരിക്കുള്ള മനോജ്. എന്റെ കൂടപ്പിറപ്പാണ് കൺമണി, എന്റെ പൊന്നനിയത്തി. ഇനി നിന്റെ ഒരു നോട്ടമെങ്കിലും അവളുടെ മേത്ത് വന്നാൽ, ഇങ്ങനെയും പറഞ്ഞ് നന്നായിട്ട് വരട്ടുന്നുണ്ട് വരുണിനെ. ഇത് അവസാനത്തെ താക്കീതാണെന്നും നീ എന്റെ വീടിന്റെ പരിസരത്തെങ്ങാനും നിന്നെ കണ്ടാൽ നീ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. മനോജ് ഇതും പറഞ്ഞു പോയപ്പോഴും വരുൺ പറയുന്നത് ഇങ്ങനെയാണ്, എടാ ഒറിജിനൽ മനോജെ, ചെവിയിൽ നുള്ളിക്കോ. വരുൺ ഇതിന് പകരം ചോദിച്ചിരിക്കും. അതിനുശേഷം കാണിക്കുന്നത് നടന്ന സംഭവങ്ങളെല്ലാം മാനസ സുമിത്രയെ അറിയിക്കുമ്പോൾ സുമിത്ര മാനസയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് ഭാഗ്യശ്രീയെ സൂക്ഷിക്കണമെന്ന്. എന്റെ ശത്രുവും അവളായിരുന്നു. എന്റെ സാഗറിനെതിരെയുള്ള നീക്കങ്ങൾ ഓരോ ഘട്ടത്തിലും അവളാണ് പൊളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതെല്ലാം അവൾ കൺമണിയെ അറിയിക്കും, കൺമണി പിന്നീട് കൃഷിനെ അറിയിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ പ്ലാനുകളെല്ലാം തകർന്നത്. ഇത് കേട്ട മാനസ പറയുന്നുണ്ട്, ഭാഗ്യശ്രീക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ അപകടം മണത്തതാ. പക്ഷേ ബലരാമൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ സംശയമൊക്കെ നീങ്ങി. വളരെ സ്നേഹത്തോടെയായിരുന്നു സംസാരിച്ചത്. ചെറിയ തമാശകൾ അങ്ങനെയൊക്കെയായിരുന്നു ആരംഭിച്ചത്.
എന്നാൽ പിന്നീട് അങ്ങോട്ട് ബലരാമന്റെ പെരുമാറ്റം കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നി. എന്നെപ്പറ്റി കവിത എഴുതിയെന്ന് പറഞ്ഞ് ഒരു കവിതയൊക്കെ ചൊല്ലി കേൾപ്പിച്ചു. സുമിത്രയ്ക്ക് അത് കേൾക്കുമ്പോൾ അതിശയാവുന്നുണ്ട്. ബലരാമൻ കവിത എഴുതിയെന്നോ? അതെ മാനസേ, നീ എനിക്ക് ചിക്കൻ ഫ്രൈ, മാനസേ നീ എനിക്ക് മട്ടൻ ചാപ്പ്. ഇവിടം മുതലാണ് എനിക്ക് പൂർണ്ണമായിട്ടും ഡൗട്ട് അടിച്ചത്. പിന്നെ കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണുന്ന പോലെയായിരുന്നു. ഭാഗ്യശ്രീയെ വിരട്ടു കാണുന്ന മട്ടില് എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, തോക്ക് കാണിച്ചു. ബലരാമൻ കാര്യങ്ങളെല്ലാം അറിയുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ അന്നത്തേക്ക് എന്ത് ചെയ്യണമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു ഞാൻ. പ്രതീക്ഷകളെല്ലാം മാറിപ്പോയി. നിരാശപ്പെട്ടു നിൽക്കുന്ന മാനസിക ധൈര്യം കൊടുത്തുകൊണ്ടും സുമിത്ര പറയുന്നുണ്ട്, മാനസേ നീ തളർന്നു പോകരുത്. ബലരാമൻ അവനൊരു പാവ. അവന്റെ മനസ്സിലേക്ക് തിരിച്ചു കയറാൻ നിനക്ക് ഇനിയും സമയമുണ്ട്, വഴിയുമുണ്ട്. മാനസികം അതിനൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ബലരാമന്റെ കയ്യിലൊരു തോക്കുണ്ട്, ശരിയാ. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്നത് ഒരു വജ്രായുധമാ, സുജാതാന്റിയെ മുന്നിൽ നിർത്തിയായിരിക്കും ഞാൻ ഗെയിം തുടങ്ങാൻ പോകുന്നത്. ആ ഐഡിയ കേട്ട് സുമിത്രയ്ക്കും കൊള്ളാമെന്ന് തോന്നുകയാണ്. കാരണം അമ്മ എപ്പോഴും ബലരാമനൊരു ദൗർബല്യമാണ്. എത്രയോ ഉദാഹരണങ്ങൾ എനിക്ക് തന്നെ അറിയാം. ഒരാളെ കൊല്ലാൻ അമ്മ പറയുകയാണെങ്കിൽ പിന്നെ ഒന്നും അവൻ ആലോചിക്കില്ല, കൊല്ലും. സുജാത എന്ത് പറഞ്ഞാലും ബലരാമൻ അത് ചെയ്യും. സുജാത വഴി നിനക്ക് പിടിച്ചു കയറാൻ പറ്റുമോളെ. നമ്മൾ പ്ലാൻ ചെയ്ത് നടത്താൻ സുജാതയെ മോള് കൂടെ തന്നെ നിർത്തണം ഒക്കെ ഉപദേശിക്കുന്നുണ്ട് സുമിത്രയും. അതിനുശേഷം കാണിക്കുന്ന ബലരാമൻ സാഗറിന്റെ വീട്ടിലെത്തിച്ചേരുകയാണ്. താൻ അമ്മയെ കണ്ട് സംസാരിച്ചിട്ട് വരാമെന്ന് സാഗറിനോട് കൂടെ പറഞ്ഞിട്ടാണ് ബലരാമൻ അകത്തേക്ക് പോകുന്നത്. ബലരാമനെ കാണുന്നതും സുജാത വളരെ സ്നേഹത്തോടെ, എടാ ഞാൻ നിന്നെ കാണണമെന്ന് ഇപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ. അമ്മ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ഞാൻ കൺമുന്നിൽ എത്തിയില്ലേന്ന് ചോദിക്കുന്നുണ്ട് ബലരാമൻ. പിന്നെ ഇവിടെ ഒരു ആഘോഷം നടക്കാൻ പോവുകയല്ലേ, ഞാനും കൂടെ മുന്നിൽ നിന്ന് വേണ്ടേ അതൊക്കെ നടത്താൻ. ഇപ്പോൾ ഇടയ്ക്കൊക്കെ വന്നും പോയിരിക്കും. അപ്പോഴേക്കും സുജാതയുടെ മുഖം അങ്ങോട്ട് വാടുന്നുണ്ട്. ഏതാഘോഷം എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ അമ്മ അങ്ങനെ ചോദിക്കുന്നത്? കൃഷിന്റെയും കൺമണിയുടെയും കല്യാണം, ഇത് നമ്മുടെ ആഘോഷമല്ലേ. എന്നാൽ സുജാത തൃപ്തിയില്ലാതെ നിൽക്കുന്നത് കണ്ടിട്ട്, അമ്മേ എൻ്റെ അനിയന്റെ വിവാഹമാണ്, ഇത് നമുക്ക് ഗംഭീരമാക്കണം. കല്യാണത്തലേന്ന് ഞാനൊരു ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും സാഗറും അങ്ങോട്ടേക്ക് എത്തുന്നു. സാഗറിനെ നോക്കിയിട്ട് സുജാത പറയുന്നുണ്ട്, പാട്ടും കൂത്തും ഒക്കെ നടക്കാൻ ആഗ്രഹിക്കുന്നവർ വേറെയുണ്ട്, അവര് നടത്തിക്കോട്ടെ മോൻ അതിനൊന്നും നിൽക്കണ്ട കേട്ടോ. എന്നാൽ അതിന്റെ കാരണം തിരക്കുകയാണ് ബലരാമൻ. മനസ്സിലുള്ളതെല്ലാം സുജാതയെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ബലരാമൻ. അപ്പൊ സുജാത പറഞ്ഞു കൊടുക്കുക, മോൻ നേരത്തെ ആഘോഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞില്ലേ, പക്ഷേ എനിക്കതിന് വലിയ സന്തോഷമൊന്നുമില്ല. ഞാൻ ചടങ്ങിനെന്ന പോലെ മാത്രമേ ഇതിന് സഹകരിക്കൂ. മോൻ എന്റെ കൂടെ നിൽക്കണം. അതേസമയം ബലരാമൻ ഉറപ്പ് കൊടുക്കുന്നുണ്ട് സുജാതയ്ക്ക്, അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ഈ ബലരാമൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്. ബലരാമന്റെ സ്നേഹം കണ്ട് സുജാതയ്ക്കും സന്തോഷമാവുകയാണ്. എനിക്ക് അത്രയും കേട്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ബലരാമൻ വീണ്ടും ചോദിക്കും, അതൊക്കെ എവിടെ ഇരിക്കട്ടെ, പക്ഷെ അമ്മ എന്തുകൊണ്ടാണ് കൃഷിന്റെ വിവാഹത്തിൽ താല്പര്യമില്ലാതെ പറഞ്ഞത്? അത് പിന്നെ ആ കൺമണിയെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഉടനെ ബലരാമൻ അതിനും കാരണം ചോദിക്കുന്നുണ്ട്. കൺമണിയും അമ്മയെ അധിക്ഷേപിച്ചു വേണമെങ്കിൽ പറയണം, ഞാൻ ചോദിക്കാം. ഇല്ലില്ല, അങ്ങനെ ഡയറക്റ്റായിട്ട് എന്നെ ആക്ഷേപിച്ചിട്ടൊന്നുമില്ല അവള്. അപ്പൊ പിന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ആക്ഷേപിച്ചെന്ന് ബലരാമൻ ചോദിക്കുമ്പോൾ സുജാതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. ആ വിഷയത്തിൽ നിന്ന് തന്നെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബലരാമൻ വിടുന്നില്ല. വീണ്ടും ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അമ്മയ്ക്ക് കൃഷ്ണൻ കൺമണിയും തമ്മിലുള്ള കല്യാണത്തിന് താല്പര്യമില്ലാത്തത്? അപ്പൊ സുജാത ബലരാമനെ അറിയിക്കുന്നുണ്ട്, മാനസ എന്നുള്ളൊരു കുട്ടിയായിട്ടായിരുന്നു കൃഷിന്റെ എൻഗേജ്മെന്റ് നടന്നത്. എന്നിട്ടാണ് ഇപ്പൊ കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്. ബലരാമനാണെങ്കിലും ഒന്നും അറിയാത്ത പോലെ പറയുന്നുണ്ട്, ആണോ മാനസയെ വഞ്ചിച്ചിട്ടാണോ കൃഷി ഇപ്പോൾ കൺമണിയെ കല്യാണം കഴിക്കാൻ പോകുന്നത്? അത് കഷ്ടമാണല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ മാനസയും കൃഷ്ണൻ തമ്മിൽ ഇഷ്ടമായിരുന്നു? അല്ലെന്നാണ് സുജാതയുടെ മറുപടി. കൃഷിന് മാനസയെ ഇഷ്ടമല്ലായിരുന്നു. പറഞ്ഞ ബലരാമൻ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണോ? അപ്പോൾ കൃഷിന് മാനസയെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണോ അവർ തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞത്? അമ്മ അതെന്തിനാ സമ്മതിച്ചേ? അവൻ മാനസയുടെ സ്വത്തൊക്കെ കണ്ട് ചെന്നതായിരിക്കും അല്ലേ? എന്തായാലും അവൻ ചെയ്തത് മഹാമോശമായി പോയി. ഇഷ്ടമില്ലാത്ത പെണ്ണിനെ കല്യാണം നിശ്ചയിക്കുക. അമ്മ എന്തിനാ ഇതിനൊക്കെ അനുവദിച്ചു കൊടുത്തത്? ഞങ്ങൾ നിർബന്ധിച്ചിട്ടാണെന്നുള്ള സത്യം സുജാത ഇപ്പൊ തുറന്നു പറയുന്നുണ്ട്. അത് കേൾക്കുന്നതും ബലരാമൻ കൃഷിനെ അനുകൂലിച്ച് സംസാരിക്കുകയാണ്. കൃഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന് വാദിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് വീണ്ടും ചോദിക്കുന്ന സുജാതയോട്, ഇവൻ അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് അന്തസ്സെന്നും, ഇല്ലെങ്കിൽ രണ്ടുപേരെയും വഞ്ചിക്കുന്ന പോലെ ആവില്ലേ കൺമണിയെയും മാനസയും? എന്റെ അമ്മ ന്യായത്തിന്റെ കൂടെ നിൽക്കുന്ന ആളാണെന്നാണ് എന്റെ മനസ്സിൽ പറയുന്നത്. ഇപ്പോഴത്തെ തീരുമാനങ്ങൾക്ക് പിന്നിൽ ചിലപ്പോൾ എന്തെങ്കിലും സെന്റിമെന്റ്സ് ഉണ്ടാവും. പക്ഷെ എന്തൊക്കെ വൈകാരിക പ്രശ്നങ്ങളാണെങ്കിലും ശരി, കൃഷിന്റെ ഭാഗത്ത് തന്നെയാണ് ശരിയെന്ന് സമർത്ഥിക്കുന്നുണ്ട് ബലരാമൻ. ഇത് കേട്ടാകെ ഞെട്ടി നിൽക്കുകയാണ് സുമിത്ര.